വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സാധാരണ ഒരു ഇസ്ലാം മത പ്രഭാഷകരുടെ തമാശയും കോമാളിത്തരങ്ങളും അത്തരം കാര്യങ്ങളും ഉസ്താദുമാരുടെ വിടുവായത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ ഈ മതം എത്രമേൽ ബാധിക്കുന്നുണ്ട്, അവരുടെ ജീവൻ, അവരുടെ നിർബന്ധിതമായ ചില സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് മനുഷ്യജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ ഈ മതം അല്ലെങ്കിൽ മതത്തിന്റെ വക്താക്കൾ, അവരുടെ പ്രേരണകൾ, വിശ്വാസം, അന്ധവിശ്വാസം ഇതെങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം തിരുവനന്തപുരത്ത് ശരിയായ ചികിത്സയും ശുശ്രൂഷയും നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും വിവരം വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടതും അതല്ലാത്തതുമായിട്ടുള്ള കുറേ സാഹചര്യങ്ങൾ, സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. മതത്തിന്റെ അനുയായികൾ, മതത്തിലെ മഹാപണ്ഡിതന്മാർ, മതത്തിന്റെ ഡോക്ടർമാർ എന്ന തരത്തിൽ പേര് കേട്ടിട്ടുള്ള ചില ആളുകളുടെ സ്വാധീനം ഇത്തരം ദാരുണമായ സംഭവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രേരണയാകുന്നുണ്ടോ? ഇതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് മനോരമയുടെ വാർത്താ റിപ്പോർട്ടിങ്ങിൽ നിന്നൊരു ഭാഗവും ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു ഭാഗവുമാണ് നമ്മൾ കേൾപ്പിക്കുന്നത്. അത് ഏറ്റവും സംക്ഷിപ്തമായിട്ട് ആ വാർത്ത ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക്, ആ വിവരം അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ ഭാഗം മാത്രം ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. തിരുവനന്തപുരം കാരക്കാമണ്ഡപത്ത് വീട്ടിൽ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ നൽകിയത് അക്യൂപഞ്ചർ ചികിത്സ. യുവതിയെ ചികിത്സിച്ചത് ഭീമാപ്പള്ളിയിൽ ക്ലിനിക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബ്. ആധുനിക ചികിത്സ നൽകാതെ വീട്ടിൽ പ്രസവിക്കാൻ ഭർത്താവ് നിർബന്ധിച്ചുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സവാദ് മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നു. സവാദ്, ഇന്നലെ രാത്രി സവാദ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അസ്വാഭാവികമായ ചില സാഹചര്യങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടിയിരുന്നു. ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നതും അത്തരമൊരു സാഹചര്യങ്ങളിലേക്കാണ്. പോലീസിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കൃഷ്ണകുമാർ, ഈ ആധുനിക നൂറ്റാണ്ടിൽ, ഈ 21ാം നൂറ്റാണ്ടിൽ ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത തന്നെയാണ്. ചികിത്സ നൽകാതെ, ആധുനിക ചികിത്സ നൽകാതെ വീട്ടിൽ പ്രസവിക്കാൻ ഒരു സ്ത്രീ നിർബന്ധിക്കപ്പെടുന്നു. അതിനെ തുടർന്ന് ആ സ്ത്രീയും ആ സ്ത്രീയുടെ നവജാത ശിശുവും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, മരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയായി ഇതിനെ കാണേണ്ടി വരും. തീർച്ചയായിട്ടും ഇത് സ്വാഭാവികമായിട്ടും ഇതൊരു മരണമായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. പ്രസവത്തിന്റെ സമയത്തുണ്ടാവുന്ന ഏതെങ്കിലും കോംപ്ലിക്കേഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള മരണമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് കൊലപാതകമാണ്. ഇതിന് കുറ്റക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും നിയമപരമായി അവർ ശിക്ഷിക്കപ്പെടുകയും വേണം എന്നത് തന്നെയാണ് അഭിപ്രായം. ഇനി ഈ സംഭവത്തെ ഇതേ റിപ്പോർട്ടർ ആ ഭാഗം ഒന്ന് കേട്ടിരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നമ്മൾ മലയാളികൾ അതല്ലെങ്കിൽ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ വളരെ ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇതുപോലെയുള്ള വാർത്തകൾ നേരത്തെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരിക എന്ന് പറയുന്നത് ദുരവസ്ഥയാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോഴും സംസാരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വേദനാജനകമാണ്. ആ വാർത്ത, ആ സംഭവം അദ്ദേഹം ഒന്ന് വിവരിക്കുന്നതെന്ന് കൂടി കേൾക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാരക്കാമണ്ഡപത്താണ്. കാരക്കാമണ്ഡപത്തിലെ ഈ വാടക വീട്ടിലാണ് യുവതിയും ഭർത്താവും 2 മക്കളും താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് ഇന്നലെ ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയും തുടർന്ന് വീട്ടിൽ വെച്ച് തന്നെ പ്രസവിക്കാൻ അവർ നിർബന്ധിക്കപ്പെടുകയും ചെയ്തത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവിന്റെ മറ്റു കുടുംബാംഗങ്ങളോ തയ്യാറായില്ല. അങ്ങനെ ഏതാണ്ട് 5:30 മണിവരെ അവർ ഇത്തരത്തിൽ രക്തസ്രാവവുമായി ഈ വീടിനകത്തായിരുന്നു കഴിഞ്ഞത്. അതിനുശേഷമാണ് ആംബുലൻസ് വിളിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അവിടെ എത്തുമ്പോഴേക്കും അവർ മരിച്ചിരുന്നു. അപ്പൊ ഇതാണ് ആ സംഭവം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടുന്ന 2-3 കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഈ പ്രസവം, ആധുനിക വൈദ്യശാസ്ത്രം, ചികിത്സ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മതത്തിന്റെ പിന്തുണ ഇല്ലാതെ തന്നെയുള്ള നിരവധിയായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ പ്രത്യേകമായിട്ട് ഈ പ്രസവവുമായി ബന്ധപ്പെട്ട്, അവിടെ സിസേറിയൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഹോസ്പിറ്റൽ ചികിത്സയിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, ആധുനിക വൈദ്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന്, അതിന്റെ സൈഡ് എഫക്റ്റുകൾ, അതിന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്നതിൽ കേവലം മതവിശ്വാസികളോ അല്ലെങ്കിൽ മതവാദികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമോ മാത്രമല്ല ഉത്തരവാദികൾ. നമ്മൾ ഈ പറയുന്ന ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്താ ചാനലിൽ ഞാൻ ഈ വിവരം ഇത് കേട്ടുകൊണ്ട് ഇരിക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ വാർത്തയ്ക്ക് ശേഷം തൊട്ടടുത്ത വാർത്തയായിട്ട് വരുന്നത് ഭീകരമായ ഒരു അന്ധവിശ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മഹാസംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ്. അപ്പം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും വളർത്തുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, മതേതരമായിട്ടുള്ള അന്ധവിശ്വാസമായിട്ട് തന്നെ ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധിയായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കണ്ട ഒരു സിനിമയുടെ പ്രമേയം ഏതാണ്ട് ഈ സംഭവത്തിന് സമാനമായിരുന്നു.
സോമന്റെ കൃതാവ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രമേയം അക്ഷരാർത്ഥത്തിൽ ജൈവൻ എന്ന് ആക്ഷേപഹാസ്യത്തിൽ ആളുകൾ അവനെ വിളിക്കുകയും ആ കഥാപാത്രത്തെ വിളിക്കുകയും ഈ ജൈവൻ ആയിട്ടുള്ള സോമൻ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷം അദ്ദേഹം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും പ്രകൃതിയോട് കൂടുതൽ അടുത്ത് ജീവിക്കുകയും പ്രകൃതി വിരുദ്ധമായതൊക്കെ വർജിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ജീവിത രീതി വെച്ച് പുലർത്തുകയും അതെന്തോ മഹത്തരമാണെന്നും അത് മഹാസംഭവമാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ വിവാഹം കഴിയുകയും വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന വരുന്ന സമയത്ത് പ്രസവത്തിന്റെ സമയത്തൊക്കെ അദ്ദേഹം ആധുനികമായ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ മുഴുവൻ നിരാകരിക്കുകയും അദ്ദേഹം ഒരു വയറ്റാട്ടിയെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ വീടകത്ത് വെച്ച് ആ പ്രസവം പൂർത്തീകരിക്കുന്നതൊക്കെയാണ് ആ ചിത്രത്തിന്റെ ഒരു പ്രമേയം. അവിടെ ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കത് കണ്ടിരിക്കാൻ വളരെ പ്രയാസമുള്ള ചില സീനുകളൊക്കെ അതിനകത്തുണ്ട്. കാരണം നമുക്ക് അത്തരം സീനുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല സംഭവങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമയിലെ കൃതാവ് നീട്ടി വളർത്തിയ സോമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആ ഒരു പഴമയോടുള്ള ആ ഒരു ചേർന്ന് നിൽക്കലും ആധുനിക വൈദ്യത്തോട് അതിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ശ്രമവും അതൊക്കെ വളരെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ വാദം അവിടെ വിജയിക്കുന്നതായിട്ടാണ് ആ സിനിമയിൽ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേവലം മതവിശ്വാസത്തിന്റെ ഭാഗമായോ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ മാത്രമായോ ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഇത്തരം മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അജ്ഞതയും നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് പൊതുവിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഈ മതവുമായി ബന്ധപ്പെട്ട് അതിന് മറ്റൊരു മാനമുണ്ട് എന്നതാണ് നമ്മൾ ഇന്ന് ഈ വിഷയം സംസാരിക്കാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിന്റെ പ്രേക്ഷകരായിട്ട് കാണുന്നത് മുസ്ലിം സമുദായത്തിനകത്ത് ഇന്നും നിലനിൽക്കുന്ന വിശ്വസിക്കുന്ന ഇസ്ലാമിനെ സത്യമതമായി അംഗീകരിക്കുന്ന അള്ളാഹുവിനെയും ഖുർആാനിനെയും മുഹമ്മദ് എന്ന പ്രവാചകനെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിച്ച് വിശ്വസിച്ച് ജീവിച്ചു പോകുന്ന വിശ്വാസി സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരെയുമാണ് ഞാൻ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിന് പുറത്തുള്ള ആളുകളെ അല്ല ഇന്നത്തെ എൻ്റെ പ്രഥമ സംബോധിതർ എന്ന് ആദ്യമേ പറയട്ടെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പ്രശ്നങ്ങളെ മുഴുവൻ ഇത് മതത്തിന്റെ മാത്രം പ്രശ്നമായിട്ട് ചുരുക്കി കെട്ടാൻ കഴിയില്ല. കാരണം ഇതിന് വിരുദ്ധമായ രോഗത്തിന് ചികിത്സ തേടേണ്ടുന്നതിന്റെ ആവശ്യകതയെ പറ്റി പറയുന്ന ഒരു ഡോക്ടറെങ്കിലും ഉള്ളിടത്ത് താമസിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള സതുപദേശങ്ങൾ മുഹമ്മദ് നബി കൊടുത്തതായിട്ടുള്ള ഹദീസ് വചനങ്ങളും ഈ മതത്തിനെ അംഗീകരിക്കുന്ന ആളുകൾക്കിടയിൽ പ്രചാരത്തിലുള്ളതും അവർക്ക് അറിവുള്ളതുമാണ്. എന്ന് മാത്രമല്ല ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ ആളുകളും ആശുപത്രിയെയും ചികിത്സയെയും പൂർണ്ണമായി നിരാകരിച്ച് ജീവിക്കുന്നവരല്ല, അവരങ്ങനെ കൈകാര്യം ചെയ്യുന്നവരുമല്ല. എന്നാൽ അതേ സമയത്ത് ഇത്തരം കടുത്ത മാനവിക വിരുദ്ധതയും അന്ധവിശ്വാസവും പ്രചരിപ്പിക്കുന്നവരും അത് മുറുകെ പിടിക്കുന്നത് എന്തോ മഹത്തരമായിട്ടുള്ള കാര്യമാണ് എന്ന് വിശ്വസിക്കുകയും അവർക്ക് സ്വീകാര്യത കിട്ടുന്നതുമായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം മുസ്ലിം വിഭാഗത്തിനിടയിൽ പ്രത്യേകമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് ആളുകളിലേക്ക് കടന്നുകൂടുന്നത്, എന്തുകൊണ്ടാണ് മുസ്ലിം മതവിഭാഗത്തിലുള്ള ഭൂരിപക്ഷം ആളുകളും ആശുപത്രിയും ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന അതെന്തോ മോശമാണ് എന്ന ചിന്ത പരത്തുന്ന ഇത്തരം വിഷജന്മങ്ങളെ തീറ്റിപ്പോറ്റുകയും അവർക്ക് പള്ളിയിൽ നിന്ന് കൃത്യമായിട്ട് ഇറച്ചിയും പത്രിയും കൊടുത്തുവിടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത്തരം ആളുകളെ നിയന്ത്രിക്കാൻ സമുദായത്തിന് കഴിയാത്തത്. മതനേതൃത്വത്തിനും സംഘടനാ നേതൃത്വത്തിനും ഈ അഭിപ്രായം ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം വയലും ഇത്തരം പ്രബോധനവും നടത്തുന്ന ആളുകളെ നിയന്ത്രിക്കാൻ മതനേതൃത്വത്തിന് സംഘടനകൾക്ക് കഴിയാത്തത് എന്ന വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം വിശ്വാസികളുടെ മനസ്സിലേക്ക് തരാനാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു അവതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ സംഭവത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരു ഗർഭിണി ഒരു പ്രദേശത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടുത്തെ വാർഡ് മെമ്പർമാർ, വാർഡ് കൗൺസിലർമാർ, ആശാ വർക്കർമാർ അവരുൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് തന്നെ ആ ഗർഭിണിയുടെ ഗർഭകാലം സുരക്ഷിതമായും സുഗമമായിട്ടും മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ചില സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ മരണം നടന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആ പ്രദേശത്തെ വാർഡ് കൗൺസിലറുമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടർ സംസാരിക്കുന്ന ഭാഗം അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അവിടെ വളരെ കൃത്യമായിട്ട് ആ പെൺകുട്ടി അവർക്ക് ചികിത്സ ലഭിക്കണമെന്നും ആശുപത്രിയിൽ പോകണമെന്നും ഒക്കെ ആഗ്രഹമുള്ളവരായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അതേസമയത്ത് ഭർത്താവിന്റെ വിശ്വാസവും അന്ധവിശ്വാസവും പിടിവാശിയും ഭാര്യയ്ക്ക് മേലുള്ള ആധിപത്യവും അധികാരവും എല്ലാമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും നമുക്ക് ആ ഒരു ഭാഗത്തിൽ നിന്ന് വ്യക്തമാകും. അതുകൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ കൗൺസിലർ ദീപിക നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇവർ ഉൾപ്പെടെ നേരത്തെ നമ്മുടെ ഫോണിൽ സംസാരിച്ചതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഭർത്താവിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട്. നിങ്ങൾ ഒരുപാട് തവണ ഇടപെട്ടാണ്. തീർച്ചയായിട്ടും ഇവർ എൻ്റെ വാർഡിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. ഒരു 3 മാസം തൊട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം സാധാരണ പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടെങ്കിൽ ആശാവർക്കന്മാർ 2 മാസത്തിനുള്ളിൽ കണ്ടുപിടിക്കണമെന്നാണ്. പക്ഷേ ഇവർ ആരുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 8ാം മാസത്തിലാണ് കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചതിന് ശേഷം തന്നെ ഞങ്ങൾ വീട്ടിൽ പോയി അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഹസ്ബൻഡ് വീട്ടിനകത്ത് കയറാനോ സംസാരിക്കാനോ അയാൾ സമ്മതിക്കുന്നില്ല. ഫുൾ ഇദ്ദേഹത്തിന്റെ കൺട്രോളിലായിരുന്നു. എന്താ പറയുന്നത് നിങ്ങളോട്?
അയാൾ അവർക്ക് ഈ ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല, നോർമൽ ഡെലിവറിയാണ് ആവശ്യം, സിസേറിയൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. മുമ്പ് 3 സിസേറിയൻ ആയിരുന്നില്ലേ, അത് നമ്മുടെ എന്താണ് ദൈവം നോക്കിക്കോളും, ഞങ്ങൾക്ക് വേറെ രീതികളുണ്ട്, ഞങ്ങൾക്ക് വേറെ ആൾക്കാരുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം, അതല്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല എന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞത്. പക്ഷേ ഈ കുട്ടിക്ക് ഞങ്ങളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. ഫോൺ ചെയ്താൽ കിട്ടുന്നില്ല, കാരണം ഫോണെല്ലാം ഇയാളുടെ കയ്യിലായിരിക്കുന്നത്, വേറെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഒരു വഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഇയാൾ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ പോയി സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകണം, ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. കാരണം അപ്പൊ ഈ ഭർത്താവിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ, ഭർത്താവിനെ ധിക്കരിക്കാൻ കഴിയാത്ത, തന്റെ പ്രസവത്തിൽ താൻ ഏതു തരം ചികിത്സ സ്വീകരിക്കണം എന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത, തനിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയ്ക്ക് മറ്റാരെങ്കിലും സഹായത്തിന് സമീപിക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിൽ, ഒരു അടിമത്തത്തിൽ പിടഞ്ഞു മരിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് അല്ലെങ്കിൽ അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിൽ മതത്തിന് കൃത്യമായിട്ടുള്ള ചില പങ്കുണ്ട്. ഈ സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇതിൽ മതത്തിന്റെ പങ്ക് പലയിടത്തായി പല കാരണങ്ങൾ കൊണ്ട് മുഴച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതേ സമയം ഈ ഗർഭിണിയായിരുന്ന സ്ത്രീക്ക് അവർക്ക് ആശുപത്രിയിൽ പോകണമെന്നും അവർക്ക് ചികിത്സ ലഭിക്കണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഭർത്താവിനെ ഭയപ്പെട്ടും ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുമെന്ന ഭയം കാരണവും ഭർത്താവിനെ അനുസരിക്കേണ്ടുന്ന സാഹചര്യം കൊണ്ടും അവർ മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഇയാൾ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ പോയി സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകണം, ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എടുത്ത് ചോദിക്കും, ബാക്ക് പെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളി വരുമ്പോഴത്തേക്ക് ഇവർ അത് പറയില്ല. ഭയങ്കര പേടിയാണ്. കാരണം ഇയാൾ ഉപേക്ഷിച്ച് കളയുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. പാലക്കാട് നിന്ന് വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇനി ഞങ്ങൾ കയറി ഈ സംസാരം നടക്കുമ്പോഴത്തേക്കും ഇയാൾ ഉപേക്ഷിച്ചിട്ട് ഇയാൾ അങ്ങ് പോകും. ഇയാളെ സ്ഥലം മണക്കാടാണ്, നൈസാം എന്നാണ് പേര്. ഞാൻ സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയത് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, ലോകവിവരമുള്ള മനുഷ്യനാണ്. പക്ഷേ ഈ ഒരു കാര്യം മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നില്ല അദ്ദേഹം. ഹോസ്പിറ്റൽ സംവിധാനം വേണ്ട എന്നാണ് അയാൾ പറയുന്നത്. ഇത് ഞാൻ കേൾപ്പിച്ചത് ഇവർ പറയുന്നത്, ഈ കൗൺസിലർ പറയുന്നത് ശരിയാണെങ്കിൽ ഈ ഭർത്താവുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ആൾക്ക് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ, വിവരം എന്ന് പറഞ്ഞതിൽ അബദ്ധം, നിങ്ങൾ ക്ഷമിക്കാം, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, ലോക പരിചയമൊക്കെ ഉണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഒരു പ്രത്യേകമായ വാശി അദ്ദേഹം പിടിക്കുന്നു. ആശുപത്രി വേണ്ട. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് പല ആളുകളിലും കണ്ടു പരിചയമുള്ള ഒരു പ്രശ്നമാണ്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും, അവർക്ക് പക്ഷേ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവും. അവർക്ക് വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്റെ വിശ്വാസം ഏറ്റവും മികച്ചതാണെന്നും തന്റെ വിശ്വാസമാണ് ഞാൻ എല്ലാത്തിനും മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നും സ്വന്തം ബോധ്യപ്പെടുത്താനും അതിനുവേണ്ടി മറ്റുള്ളവരെ ഇതുപോലെ ബലിയാടാക്കാനും മടിയില്ലാത്ത ജന്മങ്ങൾ ഒരുപാട് പേരുണ്ടാവും. എന്റെ അനുഭവത്തിൽ സ്വയം മരണം വരിച്ചവരും മരണത്തിന് തുല്യമായ നരകയാതനകളിലൂടെ സ്വന്തം പത്നിയെ കൊണ്ടുപോയ, ഇതേ പ്രസവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയവരും ഒക്കെ എനിക്ക് അറിവിലുണ്ട്. എൻ്റെ വേദനിക്കുന്ന ഓർമ്മകളിൽ അത്തരം അനുഭവങ്ങളുണ്ട്. ചികിത്സയോട്, മരുന്നിനോട്, ആധുനികമായ അറിവുകളോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുകയും എല്ലാത്തിനും അള്ള മതി, ഞങ്ങൾക്ക് അള്ളയുണ്ട്, അള്ള എല്ലാം നോക്കിക്കോളും എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ. എൻ്റെ ഒരു അനുഭവം പറയാം. വളരെ വിദ്യാഭ്യാസമുള്ള, അത്യാവശ്യം നല്ല രോഗപരിചയമുള്ള ഒരാൾ, സഹോദര തുല്യനായ ഒരാൾ, അല്ലെങ്കിൽ സഹോദരൻ. എൻ്റെ ഇളയ മോന് പ്രിമച്ചുവറായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവൻ ഇൻക്യുബേഷൻ ഒക്കെ വേണ്ടി വന്നു. 7 മാസം ആവുന്ന സമയത്താണ് ചെറിയ കുഞ്ഞുണ്ടാവുന്നത്. അപ്പൊ അവൻ ഏകദേശം 20-21 ദിവസത്തോളം കൊച്ചിയിൽ ഒരു ഹോസ്പിറ്റൽ ഇൻക്യുബേഷനിലായിരുന്നു, NICU നിരീക്ഷണത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ആ കുട്ടി സുഖം പ്രാപിച്ചു വന്നു. അതിനിടയിൽ ഞങ്ങളൊരു കുടുംബ പരിപാടിയിൽ, കുടുംബത്തിലൊരു ഫംഗ്ഷൻ വെച്ച് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, കുട്ടിയുടെ കാര്യം അന്വേഷിക്കുന്ന സമയത്ത് ഈ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു വന്ന എന്നോട് ആ വ്യക്തി പറഞ്ഞെന്താണെന്നറിയോ, നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ചികിത്സകളെ, ഇത്തരം ആധുനികമായിട്ടുള്ള തട്ടിപ്പുകളെ നീ ആശ്രയിക്കുന്നത്. കാരണം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അള്ള ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വളർന്നു വരും, ജീവനോ നിലനിൽക്കും. അതല്ലെങ്കിൽ അള്ള തന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. അതല്ലാതെ ഈ തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് വിശ്വാസക്കുറവാണ്. ഇതൊരു പൊതുബോധമാണ്. വിശ്വാസം കൊണ്ട് ഉടലെടുക്കുന്ന, വിശ്വാസം എത്രമേൽ എല്ലാത്തിനും മുകളിലായിരിക്കണം പ്രതിഷ്ഠിക്കേണ്ടത് എന്നതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു മനോഭാവമാണ്. ഈ മനോഭാവം സ്വന്തത്തെയും സ്വന്തം ജീവിതത്തെയും മറ്റുള്ളവരെയും തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യ, കുട്ടികൾ തുടങ്ങിയവരെയും കൊലക്ക് കൊടുക്കാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് വസ്തുത. ഇനി എങ്ങനെയാണ് വിശ്വാസികൾക്കിടയിൽ ഈ മാനസികാവസ്ഥ ഉരുത്തിരിഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു, വിശ്വാസികളോട് മതപരമായിട്ട് ഇതിനെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ചെന്നാൽ അവർ പറയും ഇങ്ങനെയൊന്നുമല്ല, ഇതൊന്നും മതത്തിലുള്ളതല്ല, കാരണം എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും. ശരിയാണ്, ചികിത്സിക്കരുതെന്നോ ചികിത്സ നേടരുതെന്നോ ഒന്നും മതത്തിലില്ല. എന്ന് മാത്രമല്ല, ലഭ്യമായതിൽ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പുവരുത്തണമെന്നും ഡോക്ടർമാർ താമസിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഡോക്ടർമാർ അവൈലബിൾ ആയിട്ടുള്ള പ്രദേശത്ത് താമസിക്കാൻ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഹദീസുകൾ ഇവര് എടുത്തുകൊണ്ട് വരികയും ചെയ്യും. അപ്പൊ പിന്നെ എന്താണ് പ്രശ്നം? എവിടെ നിന്നാണ് ആളുകൾക്ക് ഈ മനോഭാവം കയറിക്കൂടുന്നത്? ഒന്നാമത്തത്, പൊതുവിൽ ഈ ആധുനിക വൈദ്യശാസ്ത്രം, ഇംഗ്ലീഷ് മരുന്ന് അതൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്നും അത് ആരോഗ്യത്തിന് പ്രശ്നമാണെന്നും അത് വെറും ബിസിനസ് മാത്രമാണ് എന്നും ഉള്ള ഒരു പൊതു അന്ധവിശ്വാസവും പൊതു ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ പ്രചാരണവും നമ്മളുടെ ഇടയിൽ, അത് മാധ്യമങ്ങൾ തന്നെ അതിന് ചില പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച്
പറഞ്ഞു കൊടുക്കുന്നതിലൊക്കെ ഉണ്ട്. അപ്പൊ അത് പൊതുവിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിലുണ്ട്. അതിലെല്ലാ മതങ്ങളും ഭാഗവാക്കാണ്. വിശ്വാസമുള്ളവർക്കൊക്കെ ഏകദേശം ഇത്തരം പല അന്ധവിശ്വാസങ്ങളും ഉണ്ട്. അപ്പൊ ഇനി മതത്തിന് മാത്രമായിട്ട് എന്താ റോള്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരുന്നത്. ഈ മതത്തിന്റെ വക്താക്കൾ അല്ലെങ്കിൽ ഈ മതത്തിന്റെ പ്രചാരകർ, പ്രഭാഷകർ വിശ്വാസികളുടെ വിശ്വാസത്തെ, തൗഹീദിനെ, ഈമാനിനെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വയലു പരമ്പരകളിലൂടെ ഇത്തരം അന്ധവിശ്വാസങ്ങളും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള പ്രവണതയും വിശ്വാസികളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിലേക്കുള്ള ഏതാനും ചില പ്രഭാഷകരുടെ പ്രഭാഷണ ശകലങ്ങളിലൂടെ അതിനുള്ള തെളിവാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അത് കേവലമായിട്ടുള്ള എല്ലാത്തിനും മുകളിൽ ദൈവമുണ്ട് എന്ന് പ്രതിഷ്ഠിച്ച് ആ ദൈവത്തിൽ ബലമേൽപ്പിച്ച് ആ ദൈവത്തെ മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ച് അതിൽ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം മുതൽ വൈദ്യശാസ്ത്രത്തിന്റെ സകല സാധ്യതകളെയും തട്ടിപ്പായി ചിത്രീകരിച്ച് ആശുപത്രിയിൽ പോകേണ്ടുന്നതിനെയും ഗർഭകാല പരിചരണത്തെയും ഒക്കെ നിരാകരിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം മനുഷ്യത്വഹീനമായ നിയമവിരുദ്ധമായ ക്രിമിനൽ പ്രവർത്തനമായി തന്നെ പ്രസംഗം മുന്നോട്ട് പോകുന്നതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ നമുക്കത് ക്രമാനുഗതമായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ട് പോവാം. തുടങ്ങാം. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആദ്യം കേൾക്കേണ്ടത് സിസ്റ്റർമാരുടെ കമന്റ് അല്ല, ഡോക്ടേഴ്സിന്റെ കൊട്ടേഷൻ അല്ല. ആദ്യമായി കേൾക്കേണ്ടത് അള്ളാഹു എന്ന പരിശുദ്ധമായ വാചകമാണ്. അള്ളാഹു എന്ന പരിശുദ്ധമായ വാക്ക്, അള്ളാഹു അക്ബർ എന്ന പരിശുദ്ധമായ വാചകം, ഈ വാചകമാണ് ആദ്യമായി പൊന്നുമോന്റെ കൽബിലേക്ക്, അവന്റെ മെമ്മറിയിലേക്ക് കടന്നു വരേണ്ടത്. അപ്പം ഇതിലിപ്പോ എന്താ പ്രശ്നം നിങ്ങൾ തോന്നും? ആദ്യമായിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ കാതിൽ കേൾക്കേണ്ട ആദ്യത്തെ വാചകം അള്ളാഹു അക്ബർ ആണ്. വിശ്വാസപരമായിട്ട് പോയി എന്താ പ്രശ്നം എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. ബാക്കി കേൾക്കാം. ആധുനിക പ്രസവ രീതികളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉമ്മമാര് പ്രസവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് അല്ലാഹ് എന്ന് കേട്ട് ജനിക്കാനുള്ള നിയോഗമില്ലാതെ വന്നിരിക്കുകയാണ്. കാരണം നമ്മളെ ഗർഭിണിയാണെന്ന് അറിയുന്നത് മുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഗാ സൗകര്യങ്ങളുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മത്സരിക്കുന്നവരാണ്. ഹോസ്പിറ്റൽ വലുതാകും തോറും സംസ്കാരം കുറഞ്ഞുകൊണ്ടാണ് വരിക. ജനിച്ച കുട്ടിയെ മണിക്കൂറുകൾ കഴിഞ്ഞ് കയ്യിലേക്ക് കിട്ടിയിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ കേവലമായിട്ട് വിശ്വാസപരമായ ഒരു കാര്യം, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ കാതിൽ ആദ്യമായിട്ട് കേൾക്കേണ്ടുന്ന വചനം അള്ളാഹു അക്ബർ ആണ് എന്ന് കേൾക്കുമ്പോൾ അത്ര നിരുപദ്രവകരം എന്ന് തോന്നുന്ന ഒരു വിശ്വാസത്തെ മുൻനിർത്തി ആധുനിക വൈദ്യശാസ്ത്രത്തെയും ആശുപത്രി സംവിധാനങ്ങളെയും സമീപിക്കുന്ന ആളുകൾ എന്തോ കുറഞ്ഞവരാണെന്നൊരു അപകർഷതാബോധം അവരിൽ ഉയർത്തി അത്തരം ആശുപത്രികൾ, സൗകര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ അവിടെ അനിസ്ലാമിക പ്രവണത, അത് സംസ്കാരശൂന്യമായിട്ടുള്ള അന്തരീക്ഷം അതും വർദ്ധിച്ചു വരും എന്ന് പറഞ്ഞ് അത്തരം ആശുപത്രികളും സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തുന്നവരെന്തോ ഒരു മോശക്കാരാണ് എന്ന ഒരു ചിന്ത, ഒരു അപകർഷതാബോധം. അപ്പൊ അതിലേതെങ്കിലും ഒരാൾക്ക് വിശ്വാസത്തിന്റെ അസ്ക്യത ഒന്ന് കയറി നിന്നാൽ അവർ ആ സംവിധാനങ്ങൾ മുഴുവൻ വേണ്ടെന്ന് വെക്കാൻ താല്പര്യപ്പെടും. കുറച്ചുകൂടി കേൾക്കാം. ഇന്നത്തെ കാലത്ത് മിക്ക കേസുകളും ഹോസ്പിറ്റലിലേക്ക് പോവാം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോർമൽ പ്രസവം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ ആളുകളും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് നോർമൽ വേണ്ട, ഞങ്ങൾക്ക് സിസേറിയൻ മതി. എന്നാ നൊന്ത് പറ്റൂ എന്ന വേദനയില്ലല്ലോ. ഇതുപോലെയാണ് വരുന്നതെങ്കിൽ മാനവികതയുടെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മണിമന്ത്രം ഒഴിഞ്ഞ മദീനയുടെ രാജാവ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്ന മനോഹരമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോവുകയാണ്. അപ്പൊ ആശുപത്രിയിലേക്ക് പോകുന്നത്, സിസേറിയൻ ആഗ്രഹിക്കുന്നത് ആ അർത്ഥത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് ജനിച്ച ഉടനെ അള്ളാഹു അക്ബർ എന്ന് പറയാനുള്ള മതപരമായ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്ന ഈ ഒരു അധ്യാപനത്തിന് വിലയില്ലാതായി പോകും, അതിനോട് നമ്മൾ എതിരായി പോകും എന്ന ഒരു തോണ്ടൽ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ളത്. ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വളരെ വികൃതമായ വേറെയും കുറെ ഭാഗങ്ങളുണ്ട്. ഇതേ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഇവര് ട്രെയിനിങ് എടുത്തിട്ട് പോകണം, നിലവിളിക്കുമ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞ് കരയണം. അങ്ങനെ വരുമ്പോൾ പ്രസവവേദനയിൽ നിലവിളിക്കുന്ന സമയത്ത് അള്ളാഹ് എന്ന് വിളിച്ച് കരയാൻ പഠിച്ചാൽ ആ കരച്ചിലായിട്ടെങ്കിലും ഈ സ്ത്രീയുടെ ശബ്ദം അള്ളാഹ് എന്ന വാക്ക് കുട്ടിയുടെ കാതിലെത്തും എന്ന നികൃഷ്ടമായ നീചമായ മനോഭാവത്തിൽ ഈ മനുഷ്യൻ ആ പ്രസംഗത്തിൽ വയലു പറയുന്നുണ്ട്. അത് കേൾപ്പിക്കുന്നത് നമ്മളുടെ ഈ ഒരു ചാനലിന്റെ രീതിക്ക് ഉചിതമല്ല എന്നതുകൊണ്ട് കേൾപ്പിക്കാത്തതാണ്. പിന്നെ സമയവും ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതാണ് ഒരു വിദ്വാന്റെ ന്യായം. ഇനി വേറൊരു വിദ്വാൻ നൗഷാദ് ബാക്കവി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളുടെ ഏറ്റവും ഇഷ്ടപ്രാസംഗികരിൽ ഒരാളായിട്ടുള്ള നൗഷാദ് ബാക്കവി എന്തുകൊണ്ടാണ് അതിവൈകാരികമായി കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും പാട്ടുപാടിയും ആളുകളുടെ, സ്ത്രീകളുടെ, ഉമ്മമാരുടെ കരള് അലിയിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയുന്ന വിവരക്കേട് നമുക്ക് അടുത്ത് കേൾക്കാം. പഴയകാല രീതികളിൽ നമ്മൾ മാറി, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങളിൽ നിന്ന് മാറി. ഗർഭാവസ്ഥയിലുള്ള സഹോദരിമാര് അവർക്ക് ദീനിയായ ചിട്ടകളും മര്യാദകളും ഒക്കെ പോയി. അവരെ സംബന്ധിച്ചിടത്തോളം മെഡിസിനും ഗൈനക്കോളജിസ്റ്റും മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്നിടത്തേക്ക് ആത്മീയമായ രീതികളിൽ നിന്ന് മാറിയതാണ് വലിയ പ്രശ്നം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരുടെയും പെർമിഷൻ ഇല്ലാതെ കടന്നു വന്ന
അഥവാ ഭൗതികമായ ഒരു സംവിധാനങ്ങളുടെയും സമ്മതമില്ലാതെയാണ് 4ാമത്തെ മാസമാകുമ്പോൾ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് ആത്മാവ് കടന്നു വരുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കൂല, ഒരു സൈക്കാട്രിസ്റ്റിനോട് ചോദിക്കൂല, ഒരു കാർഡിയോളജിസ്റ്റിനോട് ചോദിക്കില്ല, ഒരു ENT സ്പെഷ്യലിസ്റ്റിനോടും ചോദിക്കൂല. അപ്പൊ ഇവരൊക്കെ എന്ത് പേര് വിളിക്കണം എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ മലമൊയന്തുകൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ പോകുന്നതും ചികിത്സ തേടുന്നതും ഒക്കെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കുറവായിട്ടാണ് ഈ ചങ്ങാതിമാർ കാണുന്നത്. ഇവരുടെ കാലിൽ മുള്ളു കുത്തിയാൽ, ഇവരുടെ ഉസ്താദന്മാർക്ക് പ്രഷർ വന്നാൽ ഇവര് ഏറ്റവും വലിയ ആശുപത്രി കൊണ്ട് കാണിക്കും, എന്നിട്ട് വിദേശത്തു നിന്ന് ഉൾപ്പെടെ ഡോക്ടർമാരെ കൊണ്ടുവരും. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അനുഭവമുള്ളതാണ്. പക്ഷെ വിശ്വാസികൾ ആശുപത്രിയിലേക്ക് പോകുന്നത് പ്രസവ സമയത്തും ഗുരുതരമായ അസുഖത്തിന്റെ സമയത്തും ഖുർആനും ഹദീസും മാത്രം ഓതി ദിക്റും ചൊല്ലി ഇവരുടെ സലാത്ത് മജ്ലിസും മുടി കുലക്കിയ വെള്ളവും പൊടിമുക്കിയ വെള്ളവും കുടിച്ച് അസുഖം മാറുമെന്നും കാത്ത് ഈ മൗല്യന്മാർക്ക് ചെലവും പിരിവും കൊടുക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നീചപ്രവൃത്തിയാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് വിശ്വാസിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവന്റെ ഒക്കെ ഉള്ളിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ ആശുപത്രിയിലേക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ അവിടേക്ക് അള്ളാഹിനേക്കാളും മുകളിൽ ഡോക്ടറെ കാണുകയാണോ എന്നുള്ള ഒരു അപകർഷതാബോധം ഉണ്ടാവുകയും ആ വിശ്വാസം കൂടുതൽ മൂർച്ഛിച്ചാൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഇദ്ദേഹത്തെയും അത് സാരമായി ബാധിക്കുകയും ചെയ്യും എന്നതാണ് ഒരു കാര്യം. ഇനി നേരത്തെ പറഞ്ഞ വിദ്വാന്റെ പ്രസംഗം. സൂറത്ത് മറിയം പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ഗർഭവതികൾക്ക് അപാരമായ സഹായം പടച്ചവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ഡേഞ്ചറാണ്, അപകടം സംഭവിക്കാമെന്ന് പറഞ്ഞ ആ കുടുംബത്തിന് പോലും മറിയം ബീവിയുടെ മനോഹരമായ ചരിത്രം പറയുന്ന സൂറത്ത് രക്ഷ കൊടുത്തിട്ടുണ്ട്. മറിയം ബീവിയുടെ കഥ പറഞ്ഞിട്ട് മറിയം സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ള പ്രസവത്തിൽ സഹായിക്കും, അള്ള മറിയം ബീവിനെ സഹായിച്ചതുപോലെ എന്ന വിശ്വാസം. എന്താ മറിയം ബീവി എന്ന് പറഞ്ഞാൽ പുരുഷ സ്പർശമേൽക്കാതെ ഗർഭിണിയാവുകയും അത് നാട്ടുകാർ അറിയലോ, പടച്ചോനെ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പടച്ചോൻ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും പ്രസവം എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്ത കഥ. ആ കഥ വിവരിക്കുന്ന ഖുർആൻ സൂറത്ത്, അതിലെ ചില വചനങ്ങൾ ഓതിയാൽ സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞ കേസിൽ പോലും അള്ള പ്രസവം എളുപ്പമാക്കി കൊടുത്ത അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് എന്നാണ് ഈ ചങ്ങായി പറയുന്നത്. ഇന്ന് കാലഘട്ടം ഒരുപാട് പുരോഗതിയിൽ വരുമ്പോ സൂറത്ത് മറിയം മറന്ന ഉമ്മ, ആ സൂറത്ത് മറിയം ഹൃദയ സാന്നിധ്യത്തോടുകൂടി പടച്ചവന് വേണ്ടി പാരായണം ചെയ്ത ഗർഭവതിയായിരിക്കുന്ന സൂറത്ത് മറിയമിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയ ഒരു പെണ്ണിന്റെ പ്രസവവും ഇന്ന് വരെ അല്ലാഹു ലോകത്ത് അപകടത്തിലാക്കിയിട്ടില്ല മോളെ, ഇന്ന് വരെ പടച്ചവൻ അപകടത്തിലാക്കിയിട്ടില്ല പൊന്നേ. പിന്നെ അർത്ഥം എന്താ? ഇത് ഓതിയാൽ അപകടത്തിലാവൂല, ഇത് ഓതുന്നവർക്ക് ഒരു അപകടം ഉണ്ടാവില്ല. എങ്ങനെയൊക്കെയാണ് വിശ്വാസം ആളുകളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെ ആശ്രയിക്കാൻ, ആധുനികമായ ചികിത്സയെ നിഷേധിക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിപ്പോ ഒന്നും കഴിയില്ല. ഞാൻ വളരെ വീര്യം കുറഞ്ഞതിലൂടെ തുടങ്ങി ഏറ്റവും മാരകമായ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടുന്ന ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന വലിയ മൂല്യന്മാരിലേക്ക് നമ്മൾ എത്തും. നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കും. നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയോ? എന്നെ അല്ലാഹു അങ്ങനെ സഹായിക്കുമെന്ന വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്റെ മക്കളെ പടച്ചവൻ അങ്ങനെ സഹായിക്കുമെന്ന വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? ഇഷ്ടപ്പെട്ടു പോയോ? അതുകൊണ്ടാണ് നിങ്ങൾ ആശുപത്രിയിൽ പോകണം. മറിയം സൂറത്ത് ഓതിയാൽ ഏത് പ്രസവവും അള്ള എടുത്തു കൊടുക്കും എന്നിരിക്കെ നിങ്ങൾ എന്തിനാണ് കൂട്ടരെ ആശുപത്രിക്ക് പോകുന്നത്? നിങ്ങൾ എന്തിനാണ് സിസേറിയൻ ചെയ്യുന്നത് എന്നാണ് ഇയാൾ ചോദിച്ചത്. ഇവരൊക്കെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. ആയത്തുൽ കുർസി ഓതണ്ടേ? ഗർഭം ധരിച്ച ആ പെണ്ണ് ആ സമയത്ത് എന്ത് ഓതണം? ഗർഭം ധരിച്ച പെണ്ണ് പ്രസവത്തിന്റെ സമയത്ത് ഗർഭം എളുപ്പമാകാൻ ആയത്തുൽ കുർസി ഓതണം. പിശാച് വരുത്തേയില്ല. പിശാച് വരാതിരുന്ന പ്രസവം എളുപ്പവും, ഓപ്പറേഷനിലേക്ക് പോകില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ലമ്മാ ദനത് വിലാദതുഹാ, ഫാത്തിമ ബീബി വേദന കൊണ്ട് പ്രയാസമാണെന്ന് അറിഞ്ഞപ്പോ ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഫാത്തിമ ഫാത്തിഹ ഓതണേ, ആയത്തുൽ കുർസി ഓതണേ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നാസ് ഓതണേ. ഇങ്ങനെ ഓതുക ആയത്തുൽ കുർസി, ഈ സൂറത്തുകൾ ഇങ്ങനെ ആവർത്തിക്കുക. പിശാച് അടുത്തോട്ട് വരൂല, റാഹത്തായിട്ട് പ്രസവിക്കാൻ പറ്റും. അതിന്റെ ഒരു പൊടിക്കൈ പറഞ്ഞതാണ്. അതുപോലെ സൂറത്തുൽ ഇൻശിഖാഖ് പ്രസവ സമയത്ത് ഓതുക, സൂറത്തുൽ ഇൻശിഖാഖ്. ഇതാണ് അടുത്ത മരുന്ന്, പൊടിക്കൈ. എന്താണ്? ആയത്തുൽ കുർസി ഓതിയാൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. നബിന്റെ മകള് ഫാത്തിമ പ്രസവിക്കാൻ കിടന്നപ്പോൾ നബി പറഞ്ഞു കൊടുത്ത സൂത്രമാണല്ലോ ആയത്തുൽ കുർസിയും പിന്നെ വേറെ കുറച്ച് സൂറത്തുകളിലെ ചില ആയത്തുകളും വചനങ്ങളും. ഇത് ഓതാൻ വേണ്ടി നബി ഇഷ്ടംപോലെ ഭാര്യമാരുള്ളതിൽ നിന്ന് 1-2 ഭാര്യമാരെ വിളിച്ചു വരുത്തി മകൾക്ക് പ്രസവവേദന വരുന്ന സമയത്ത് ഓതാൻ വേണ്ടി കൽപ്പിച്ചു എന്നും സുഖപ്രസവം ഉണ്ടായി എന്നൊക്കെയാണ്. അപ്പൊ മുഹമ്മദ് നബി സ്വന്തം മകളുടെ പ്രസവ സമയത്ത് നിർദ്ദേശിച്ച സൂറത്തും ആയത്തും പ്രാർത്ഥനയും ഓതിയാൽ പ്രസവം എളുപ്പമാകും എന്ന്. നിങ്ങൾ യൂട്യൂബിൽ പ്രസവം ഇസ്ലാം മലയാളം എന്ന് സെർച്ച് ചെയ്താൽ പ്രസവിക്കാനുള്ള എല്ലാ സൂത്രപ്പണികളും മൗലിയന്മാര് പ്രസിദ്ധീകരിച്ച് നിങ്ങൾക്ക് കിട്ടും. എല്ലാ വിവരക്കേടും അന്ധവിശ്വാസങ്ങളും ഇവരുടെ ഇഷ്ട വിഷയമാണ് ഈ കിടപ്പറയും പ്രസവവും ഇങ്ങനത്തെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ടത്.
അത് വിശ്വാസമാണെങ്കിലും നരകമാണെങ്കിലും സ്വർഗമാണെങ്കിലും ഒക്കെ ഈ തരം കാര്യങ്ങളിലാണ് മൂല്യന്മാരുടെ ശ്രദ്ധ മുഴുവൻ. അപ്പൊ ഇതാണ് അടുത്ത സൂത്രം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതിപ്പോ എന്താ, വിശ്വാസികളല്ലേ, അവരങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ ഇപ്പൊ എന്താ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല, ഒരു തെറ്റും പറയാൻ പറ്റില്ല. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥനകളിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത്തരം പ്രേരണകളും ഇത്തരം അധ്യാപനങ്ങളും പലപ്പോഴും പ്രാർത്ഥനയെ മാത്രം ആശ്രയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ കരുത്ത് എന്ന അബദ്ധധാരണയിലേക്ക് പലപ്പോഴും ജനങ്ങളെ കൊണ്ടെത്തിക്കും. അത്തരം ഒരു സമ്മർദ്ദത്തിലേക്ക് വിശ്വാസികളെ നയിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇവിടെയൊക്കെ പറയുമ്പോഴും ഇവർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ലേബർ റൂമിൽ കയറുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ആശുപത്രി പോകുന്നതിന് ഞങ്ങൾ എതിരല്ല, ലേബർ റൂമിൽ കയറുന്നതിന് നമ്മൾ എതിരല്ല എന്ന വാദവുമായിട്ട് ഇവർക്ക് വരാനുള്ള സ്പേസ് ഉണ്ട് എന്നാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഒന്നും ഇത് നിർത്തുന്നില്ല. എന്നാ നീ അള്ളാഹുവിൽ വരവേൽപ്പിച്ചത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കിടക്കട്ടെ. ഫാത്തിമ ബീബി സിസേറിയൻ ഒന്നും ചെയ്യാത്തതാ, അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്കൊന്നും ഒരു കുഴപ്പവും വരില്ല എന്ന് നീ തീരുമാനിച്ചിട്ടൊന്ന് നിന്ന് കഴിഞ്ഞാൽ പ്രസവിക്കും. അത് പ്രസവിക്കും. അതുവരെ സബൂറാത്ത സമയമില്ലല്ലോ. ഭാര്യ ആശുപത്രി കൊണ്ട് കയറ്റിയിട്ട് ഇവൻ വെറ്റില വാങ്ങാൻ നടക്കുന്ന പൊയിലേം വെറ്റിലേം വാങ്ങാൻ നടക്കുക. ആ സമയം കൊണ്ട് പള്ളി വന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹ് എന്റെ ഭാര്യ ലേബർ റൂമിലേക്ക് കയറ്റിയിരിക്കുകയാണ്, പടച്ചവനെ കത്തി വയ്ക്കാൻ നീ അനുവദിക്കല്ലേ, കുഞ്ഞിനും തള്ളയ്ക്ക് ഒരു കുഴപ്പമില്ല, റാഹത്തായിട്ട് നീ ഒന്നിച്ച് തരണേ അല്ലാഹ്, നിന്റെ സമ്മാനമാണ് അല്ലാഹ് എന്ന് പറഞ്ഞ് ഒന്ന് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് ആ ഭർത്താവ് പള്ളിയിൽ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പോകുന്നതിന് മുമ്പ് പ്ലക്കുന്നൊരു സൗണ്ട് കേൾക്കാൻ കിടക്കുന്നു. സംഭവം ക്ലിയർ. വല്ല പ്രശ്നമുണ്ടോ? എന്തെളുപ്പം കാര്യമല്ലേ? അള്ളാഹ്ക്ക് തന്നെ വലിയ കാര്യമല്ലേ? നിങ്ങൾ എന്തിനാ ഈ വെപ്രാളപ്പെടാൻ പോണത്? ഇതുപോലെയുള്ള എന്താ വിളിക്കുക, ഈ ചങ്ങാതിന്റെ വയലും കേട്ടിട്ട് മറകെട്ടിയ വേദിയുടെ പുറകു വശത്ത് മറഞ്ഞിരുന്ന് സ്ത്രീകൾ മൂക്കത്ത് വരൽ വെക്കും. ചില ഉമ്മമാരാണെങ്കിലോ, വിശ്വാസം കൂടിയ ഉമ്മമാരാണെങ്കിലോ സുബ്ഹാനല്ലാഹ് ഇതേ ചെയ്യാൻ പറ്റൂ. എത്ര ലാഘവത്തോടെയാണ് ഇതുപോലെയുള്ള ജന്മങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ നോക്കൂ. സ്ത്രീകളെ എത്ര വില കുറച്ചാണ് ഇവർ കാണുന്നത്, സ്ത്രീകളുടെ അവസ്ഥയെ, പ്രസവത്തെ, അവരനുഭവിക്കുന്ന പ്രയാസത്തെ. ആ ഗർഭകാലത്തും പ്രസവത്തിന്റെ സമയത്തും പ്രസവം കഴിഞ്ഞും ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന കടന്നു വരുന്ന പ്രയാസങ്ങളെ, അവരുടെ മാനസിക ശാരീരിക അവസ്ഥകളെ, വേദനകളെ പരിഹസിക്കുന്ന ഇതുപോലെയുള്ള ദുരന്ത ജീവികളാണ് ഈ സമൂഹത്തിന്റെ ഉലമാക്കൾ എന്ന രീതിയിൽ കൊണ്ടാടപ്പെടുന്നത്. ഇവർ പറയുന്നതാണ് മതം, ഇവരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇവരാണ് ഇൽമു പകർന്നു കൊടുക്കുന്നത്, ഇവരാണ് സമൂഹത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഇവര് മനുഷ്യർ. ഈ മനുഷ്യനെ അനുകരിക്കുന്ന, ഇത് പറയുന്നത് വിശ്വസിക്കുന്ന ഒരു പുരുഷന്റെ കീഴിൽ ജീവിക്കുന്ന സ്ത്രീയുടെ അവസ്ഥ എന്നാലോചിച്ച് നോക്കൂ. പോകും. മക്കൾ ധാരാളം വേണം. ചില ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോ അവർ കത്തിവെക്കും. സിസേറിയൻ ഇല്ലേ, ഈ നാട്ടിലുണ്ടോ? അത് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ 13 ഡേറ്റ്. അപ്പൊ 10 എന്നെ അഡ്മിറ്റ് ചെയ്തോളെ. അപ്പൊ 3 ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും. 13 പ്രസവിക്കൂല. അപ്പൊ ഡോക്ടർ പറയാ സാരമില്ല, നമുക്കൊന്ന് ഒരു ദിവസം കൂടെ നോക്കാം. 14. പിന്നെ ഡോക്ടർ പറയും ഒരു ദിവസം കഴിഞ്ഞു, എന്താ ചെയ്യാന്ന് അറിയില്ല, എന്തായാലും ഒന്നുകൂടെ കാത്തു നോക്കാം. 15. ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, ഇന്ന് തന്നെ മുറിക്കണം. യഥാർത്ഥത്തിൽ 20 ഡേറ്റ്. പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും, അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ല ഡോക്ടർ ഡേറ്റ് ആയിട്ട് പിന്നെ 2 ദിവസം കാത്തു നിന്നു എന്ന്. ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഈ ദുരന്ത ജീവിയെ നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ പരിചയപ്പെടുത്തി തരാം. കേരളത്തിലെ ഏറ്റവും വലിയ മതക്കച്ചവടക്കാരന്റെ എണ്ണം പറഞ്ഞ മകനാണ് അസ്ഹരി. ഹക്കീം അസ്ഹരി എന്നാണ് പേര്. AP അബൂബക്കർ മുസ്ലിയാർ എന്ന കേരളത്തിലെ അന്ധവിശ്വാസ പ്രചാരകരുടെ തലതൊട്ടപ്പൻ, ഇസ്ലാമിക അന്ധവിശ്വാസ പ്രചാരണങ്ങളുടെയും ഇസ്ലാമിക അന്ധവിശ്വാസ വ്യാപാര സങ്കേതങ്ങളുടെയും ഒക്കെ തലവനായിട്ടുള്ള, അതിന്റെയൊക്കെ അമീറായിട്ടുള്ള, ഇമാമായിട്ടുള്ള ഷെയ്ഖുനയുടെ ഇപ്പം പിതാവിന്റെ ഈ ആത്മീയ ചൂഷണ, അന്ധവിശ്വാസ പ്രചാരണ, കച്ചവടത്തിന്റെ എല്ലാ ബിസിനസിന്റെയും ചുക്കാൻ പിടിക്കുന്നത് ഈ മാന്യദേഹമാണ്. ഇദ്ദേഹം പറയുന്നത് നോക്കൂ, നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ, ആരോഗ്യ മേഖലയിൽ അവിടുത്തെ രീതികൾ എല്ലാം മനുഷ്യനെ പറ്റിക്കുന്ന കാപട്യമാണ്, ഏർപ്പാടാണ്, സൂത്രമാണ്. ഞാൻ ഈ പറയുന്നത് ആരോഗ്യ മേഖലയിലുള്ള ശരിയല്ലാത്ത പ്രവണതകൾ തീരെയില്ല എന്നോ, പാവപ്പെട്ട മനുഷ്യരെ പണം മാത്രം മുൻനിർത്തി ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നോ ഒന്നുമല്ല കേട്ടോ ഈ പറയുന്നതിനർത്ഥം. അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് വെള്ളപൂശൽ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അത്തരം പുഴുക്കുത്തുകൾ ആരോഗ്യ മേഖലയിലൊക്കെ, പ്രത്യേകിച്ചും സ്വകാര്യ ആശുപത്രികളും ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതാണ് കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇവിടം കൊണ്ട് ഇദ്ദേഹം നിർത്തുന്നില്ല. ഇദ്ദേഹം ഏത് ബർസഖിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്? കത്തിവെക്കും. എന്തായാലും പറയാ സിസേറിയൻ. അത് ഇവിടെയൊക്കെ ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ? എവിടെ നിന്നിട്ട് പ്രസംഗം? കുടകിലാണ് സംസാരിക്കുന്നത്. ഈ അന്ധവിശ്വാസത്തിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് കോഴിക്കോട് നിന്ന് അങ്ങ് തെക്കോട്ട് കാസർഗോഡും അവിടുന്ന് അങ്ങോട്ട് മംഗലാപുരം, കർണാടകത്തിന്റെ ഏരിയകളുമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി പണ്ടേ അന്ധവിശ്വാസ കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട മാർക്കറ്റായിട്ട് ആ മേഖല പിടിച്ചടക്കി കയ്യിൽ വെക്കുന്നവരാണ് ഈ കുടുംബം.
ഇത് കേൾക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഹാലടങ്ങി വരുന്നവരുണ്ടാവും. നാളെ മുതൽ ഇനി ബാക്കവിമാരും സഖാഫിമാരും തെറി വിളിക്കാൻ വേണ്ടി ഫോൺ ചെയ്യും. ഒരു കാര്യവും. നിങ്ങളുടെ കൂട്ടത്തിലാണ് AP വിഭാഗം സുന്നികളാണ് കേരളത്തിലെ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഈ പറയപ്പെടുന്ന തരത്തിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള ചിന്താഗതിയും വെച്ച് പുലർത്തുന്നത്. നിങ്ങൾക്ക് എന്നോട് അതൃപ്തി തോന്നിയിട്ടൊരു കാര്യമില്ല. സ്ത്രീകളുടെ ജീവിതം ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള മുസ്ലിം വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാം, AP വിഭാഗം സുന്നികളുടെ വീടകങ്ങളാണ്. ഇനി ഈ മഹാനുഭാവന്റെ ചില ശാസ്ത്രീയമായ നിഗമനങ്ങളും, ഇദ്ദേഹത്തിന്റെ പേരിന്റെ മുമ്പിൽ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം ആലോചിക്കണം. ഇനി ഡോക്ടറുടെ പ്രസവശാസ്ത്രമാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിറയെ കുട്ടികൾ വേണം. എത്ര കുട്ടികൾ വേണം? എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾ വേണം. മത്ത കുത്തിയ കുമ്പളം മുളക്കുവോ? വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കാം അല്ലേ? 4 വർഷം വരെ കിടന്നൂടെ? പിന്നെ 4 വർഷം വരെ കിടക്കണം. 4 വർഷം വരെ കിടന്നില്ലെങ്കിൽ വലിയ വിത്തനയാണ്. എത്ര വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയം പറയുന്നതിന്റെ ഇടയിലും ഇതുപോലത്തെ കോമഡി പീസുകൾ ഇട്ട് തരുമല്ലോ ഹക്കീം അസീരിങ്ങൾ. നിങ്ങളും ഇങ്ങനെ തന്നെ, നിങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞാൻ ഇത് എത്ര സീരിയസ് ആയിട്ട് പറഞ്ഞു പോകണമെന്ന് വിചാരിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ ഒരു മനുഷ്യന്റെ കുഞ്ഞ്, ഗർഭാശയത്തിൽ ഒരു ശിശു എത്ര കാലം കിടക്കും? 4 കൊല്ലം വരെ കിടന്നുകൂടെയെന്ന്. കിടക്കും, 4 കൊല്ലം വരെ കിടക്കും. 4 കൊല്ലം വരെ കിടക്കേണ്ടി വരുന്ന ഗതികേടിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? മുഹമ്മദ് നബി. ഇവരുടെ പ്രവാചകൻ മുഹമ്മദ് നബി ആയതുകൊണ്ട് പരമാവധി ഗർഭകാലം എന്ന് പറഞ്ഞാൽ 4 വർഷമാണ്. ആ കഥ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഈ പ്രശ്നത്തിന്റെ ഇടയിൽ പറയുന്നില്ല. അറിയാവുന്നവർ അത് കമന്റ് ബോക്സിൽ എഴുതിക്കോ. എന്തുകൊണ്ടാണ് ഗർഭസ്ഥകാലം അല്ലെങ്കിൽ ഗർഭകാലം 4 വർഷം വരെ പരമാവധി ആവും എന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിലെങ്കിലും ഗർഭകാലം എന്ന് പറഞ്ഞാൽ 4 വർഷം വരെ ആവാം എന്ന് ഇസ്ലാമിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് എന്നും അത് ഏത് സംഭവത്തെ മുൻനിർത്തിയാണെന്നും ഒക്കെ അറിയാവുന്നവർ കമന്റ് ബോക്സിൽ എഴുതിക്കോ. ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. 4 വർഷം വരെ ഒരു കുട്ടി വയറ്റ് കിടക്കാം, അതുകൊണ്ട് 10 മാസമായി പോയി ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ പ്രസവിക്കും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അള്ളാഹു താല വയറ്റിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ അള്ളാഹു താല ഇത് പുറത്തേക്ക് കൊണ്ടുവരും. അതിന് സീസറിന്റെ ആവശ്യമില്ല. എന്നിട്ടോ ഒന്നാമത്തേത് സിസേറിയൻ ചെയ്താൽ പിന്നെ രണ്ടാമത്തേത് 8 മാസമാകുമ്പോൾ തന്നെ പറയും ബേജാറാണ്, നൂല് പൊട്ടും, വള്ള പൊട്ടും, ഡേറ്റ് നിശ്ചയിക്കും ആദ്യം തന്നെ ഓപ്പറേഷന് വേണ്ടി. 2 കഴിയുമ്പോൾ പിന്നെ ഡോക്ടർ പറയും ഇനി ഗർഭമാകാൻ പറ്റില്ല, ഇനി ഗർഭമായാൽ വള്ള പൊട്ടിപ്പോകും, സാധുക്കള് എന്നാ പിന്നെ നിർത്തിക്കളയൂ എന്ന് പറയും. അപ്പൊ ആശുപത്രി പോകാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം സിസേറിയൻ ആവുമെന്ന് പേടിയാണ്. അതിന്റെ മുമ്പ് അദ്ദേഹം പറഞ്ഞത് എന്താ? അതൊക്കെ സംഭവിച്ചോളും. റൂഹ് ഊതിയത് അള്ളയാണെങ്കിൽ, മാംസപിണ്ഡത്തിൽ 4-ാം മാസത്തിൽ റൂഹ് ഊതിയത് അള്ളയാണെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് അറിയാം. സമയമാകുമ്പോൾ പുറത്തേക്ക് വരും. ഇത് തന്നെയാണ് തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന്റെ വിശ്വാസം എന്നിടത്താണ് ഹക്കീം അസ്ഹരി ഉൾപ്പെടെയുള്ള മൗലവിമാർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് നമ്മൾ പറയാം. ഇവരുടെ ആദർശം, ഇവരുടെ വിശ്വാസം, ഇവർ പ്രചരിപ്പിക്കുന്ന ദുരന്തം അത് ഈ സമൂഹത്തിലെ സ്ത്രീകളെ, നിരാശ്രയരായിട്ടുള്ള സ്ത്രീകളെ കൊലക്ക് കൊടുക്കുന്നു എന്ന് ഇവിടുത്തെ ആരോഗ്യ വിഭാഗം ശ്രദ്ധിക്കണം. ഇവർക്കെതിരെ ഗുരുതരമായ പ്രശ്നമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാവണം. അവിടെ അവരത് ചെയ്യൂല എന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് ആവശ്യപ്പെടുന്നതിൽ പ്രശ്നമില്ലല്ലോ, നമ്മളത് ആവശ്യപ്പെടണം. ഇതുകൊണ്ട് നിർത്തുവോ ഈ മഹാനുഭാവൻ? കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടോളി. ആര് പറഞ്ഞു പൊട്ടും എന്ന്? എത്ര പ്രസവിക്കും ഓപ്പറേഷൻ ചെയ്താൽ പെണ്ണുങ്ങൾ? എത്ര ഈ നാട്ടിൽ പ്രസവിക്കും ഓപ്പറേഷൻ ചെയ്താൽ? പറയൂ. വേറെ വൺവേ അല്ല, എല്ലാവർക്കും അറിയും. കേൾക്കുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ നോക്കണം. ഓപ്പറേഷൻ ചെയ്ത പെണ്ണുങ്ങൾ എത്ര എണ്ണം പ്രസവിക്കാറുണ്ട്? നിങ്ങൾക്ക് അറിയുന്ന ഒരു വിവരം പറയും. അതാ ടീഷർട്ട് ഇട്ടാൾ പറയട്ടെ. ഇദ്ദേഹത്തിന് കന്നഡ അറിയില്ല, അല്ലെങ്കിൽ കുടകിലെ ഭാഷ അറിയില്ല. അവർക്കാണെങ്കിൽ ഈ ചങ്ങാതി പറയണതിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ എത്ര പേര് പ്രസവിക്കും, എത്ര പ്രസവിക്കും സിസേറിയൻ കഴിഞ്ഞാൽ? സിസേറിയൻ ചെയ്താൽ പ്രസവത്തിന്റെ എണ്ണം കുറയേണ്ടി വരും എന്ന വിഷമം കൊണ്ടാണ് ആശുപത്രിക്ക് പോകാതിരിക്കാനുള്ള പ്രേരണ ഇവർ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആർക്കും ഉത്തരമില്ല. അപ്പൊ സാധാരണഗതിയിൽ 2 അല്ലെങ്കിൽ 3, അതിനപ്പുറത്തേക്ക് സർജറി ആരും അഡ്വൈസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് ഉത്തരം കണ്ടെത്തി. ഉസ്താദ് തന്നെ പറഞ്ഞു തരാണ്. എന്ത്? അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. 10ഉം 12 ആയാലും ഒരു പെണ്ണ് 10ഉം 12ഉം വരെ കീറിയെടുക്കാമെന്നാണ് ഈ ആളെ പേരെന്താ പറയാ, ചങ്ങായി പറയുന്നു. ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ. എന്നാ കേട്ടോ, ഞാൻ കൊടകം ഭാഷ തന്നെ പറയാം. മുഞ്ഞാന്ന് ഒരു ഡോക്ടർ പറഞ്ഞു 4 ആയാലും പ്രസവിക്കും. 4 എണ്ണം ഓപ്പറേഷൻ ചെയ്താൽ 5ാമത്തേതും പറ്റും. 5 എണ്ണം ചെയ്താൽ 6ാമത്തതും പറ്റും. 6 എണ്ണം ചെയ്താൽ 7ാമത്തതും പറ്റും. 7 എണ്ണം ചെയ്താൽ 8ാമത്തതും പറ്റും. 15 പ്രസവം വേണമെങ്കിലും മുഴുവനും സിസേറിയൻ ചെയ്തുകൊണ്ട് ചെയ്യാം. ആര് പറഞ്ഞു പൊട്ടൂന്ന്? ഡോക്ടർമാരുണ്ടോ ഇവിടെ? ഉണ്ടോ? ഈ ഡോക്ടർ പറഞ്ഞതിനെ എതിർക്കാൻ വേണ്ടിയ ഡോക്ടർമാരാരെങ്കിലും ആ ഡോക്ടറുടെ മുമ്പിലുള്ള സദസ്സിൽ പോയിരിക്കുവോ? ഇത് കേട്ട് കോരിത്തരിക്കുന്നവരെ കഴുതകൾ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. കാരണം കഴുതകളെ നമ്മൾ അപമാനിക്കാൻ പാടില്ല.
ഇത് കേട്ട് ഇതിന് തക്ബീർ വിളിക്കുന്നവർ, ഈ ദുരന്തത്തിന്റെ വീട്ടിലും ഈ ദുരന്തത്തിന്റെ അണികളുടെ വീട്ടിലുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഏത് വിഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് പറയാം, AP വിഭാഗം സുന്നികളുടെ വീട്ടിലുള്ള സ്ത്രീകൾ. ഇസ്ലാമിന്റെ സകല ദുരിതവും ദുരന്തവും അതിന്റെ ആഴത്തിലും പരപ്പിലും അനുഭവിക്കുന്ന സ്ത്രീ വിഭാഗം കേരളത്തിലുള്ളത്, മഹാഭൂരിപക്ഷമുള്ളത് AP വിഭാഗം സുന്നികളുടെ വീടകങ്ങളിലാണ്. നിങ്ങൾ ഇനി എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തു, നമുക്ക് ബാക്കി കാണാം. കാരണം ഈ ഡോക്ടറാണ് വിവരം പറഞ്ഞു കൊടുക്കുന്നത്, വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്, ഇൽമ പറഞ്ഞു കൊടുക്കുന്നത്, അറിവ് പറഞ്ഞു കൊടുക്കുന്നത്. ഗൈനക്കോളജിസ്റ്റ്, വിദഗ്ധനായ ഗൈനക്കോളജിസ്റ്റ്, തൃശൂർ ജില്ലയിലെ ഗൈനക്കോളജിസ്റ്റ് പറയുന്നു, 7 എണ്ണം പ്രസവിച്ചത് ഞാൻ എടുത്തിട്ടുണ്ട്, 7 ഓപ്പറേഷൻ ഒരൊറ്റ പെണ്ണിന് ഞാൻ ചെയ്തിട്ടുണ്ട്, 8ാമത്തത് വന്നാലും ഞാൻ ചെയ്യും, എന്റെ അടുത്ത് വന്നിട്ടില്ല എന്ന്. ഇതൊക്കെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയും ജനസംഖ്യ കുറക്കാൻ വേണ്ടിയും പറയുകയാണ്. അതുകൊണ്ട് പ്രസവം നിർത്തണ്ട. ആ ഗൈനക്കോളജിസ്റ്റിന്റെ പേര് ചോദിച്ചാലോ അത് പറയില്ല, അത് നമ്മളെ കണ്ണൂരിലെ സത്താറിനെ ചോദിച്ച പോലെ ഇരിക്കും. ഇതുപോലെയുള്ള ദുരന്തങ്ങളാണ് മുസ്ലിം സ്ത്രീകൾ ഇതുപോലെ ദാരുണമായി കൊല ചെയ്യപ്പെടാൻ കാരണം. നാട്ടിലുള്ള കേവലമായ അന്ധവിശ്വാസങ്ങൾ മാത്രമല്ല, അതിന് വളം വെക്കുന്നവർ, വെള്ളം കോരുന്നവർ ഇവനെ പോലെയുള്ളവരാണ്. ഇത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കഴിഞ്ഞോ? ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞത് ആശുപത്രിക്ക് പോകാതെ ശ്രദ്ധിക്കുക, സർജറി വരാതെ ശ്രദ്ധിക്കുക, എന്തിനാ? കൂടുതൽ പ്രസവിക്കണം. ഇനി എങ്ങാനും സർജറി ആയിപ്പോയാൽ 1ാമത്തെയും കുഴപ്പമില്ല, 2ാമത്തെയും കുഴപ്പമില്ല, 15 എണ്ണം വരെയാണെങ്കിലും സിസേറിയൻ ചെയ്യാൻ ഒരു കുഴപ്പമില്ല എന്ന് ഈ ചങ്ങാതിന്റെ അടുത്ത് ഏതോ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞോണല്ലോ. ധാരാളമായി മക്കൾ ഉണ്ടാകട്ടെ, സ്ത്രീകൾ പ്രസവം നിർത്തിക്കളയേണ്ട, മക്കൾ ധാരാളമായി ഉണ്ടാകട്ടെ. അല്ലാഹു തആല ഭക്ഷണം തരും, അല്ലാഹു തആല റിസ്ക് തരും. എന്റെ അടുത്ത് കുറച്ച് സ്വത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയ ശമ്പളമേ ഉള്ളൂ, 1 മതി എന്ന് വെച്ചാൽ ആ 1നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അള്ളാഹുവിന് അറിയാം. ആ 1നെ തന്നെ അള്ളാഹു തആല കൊടുത്താൽ തീരാതെ അത്രയും ചെലവുണ്ടാക്കി തരും. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, 5, 10, 15 4 കല്യാണം കഴിച്ച് അതിലൊരു 10 വീതം കുട്ടികളെയും ജനിപ്പിച്ച് അത് കഴിഞ്ഞ് ഈ 4 എണ്ണത്തിനെ തൊലാക്ക് ചൊല്ലി വേറൊരു 4 എണ്ണത്തിനെ കല്യാണം കഴിച്ച് അതിലൊരു 15 വീതം കുട്ടികളെ ഉണ്ടാക്കി ഇങ്ങനെ ജീവിക്കാൻ ഈ സമുദായത്തെ പ്രേരിപ്പിക്കുന്ന നെറികെട്ടവന്മാരാണ് AP വിഭാഗം സുന്നികളിൽ ഈ ചങ്ങാതിയും കൂട്ടരും. കമന്റ് എഴുതുന്നവർ ആഴത്തിൽ കമന്റ് എഴുത്, തെറി എഴുത്. നിങ്ങളുടെ ആത്മവീര്യം തിളക്കട്ടെ. നിങ്ങളുടെ ഉസ്താദുമാരുടെ തനിനിറം പുറത്തു വരുമ്പോൾ നിങ്ങൾ കായും പൂയും കമന്റ് ബോക്സിൽ എഴുതുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല. ഈ നാട്ടുകാർ മുഴുവൻ കാണുന്നുണ്ട്. നിങ്ങൾ എഴുതൂട്. സക്കാഫിമാരും ബാക്കവിമാരും വിളിച്ച് പറയുന്ന അതേ തെറിയാണ് ഇപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുന്നത്. നിങ്ങൾ എഴുതിക്കൂടും. അപ്പോ മക്കൾ ധാരാളമായി വേണം. അള്ളാഹുവാണ് ഭക്ഷണം തരുന്നവൻ. ഈ പറയുന്ന വൈദ്യന്മാര് ഇംഗ്ലീഷ് വൈദ്യത്തിൽ പറഞ്ഞ ആളെ പറ്റിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യണം. എന്റെ സുഹൃത്ത് തൃശ്ശൂരിലൊരു തങ്ങൾ 3 എണ്ണം സിസേറിയൻ കഴിഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, തങ്ങൾ ഇനി സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കുഴപ്പമാ. അപ്പൊ തങ്ങൾ ചോദിച്ചു, ശരിയാണോ ഡോക്ടറെ, അങ്ങനെയുണ്ടോ? അപ്പൊ ഡോക്ടർ, അങ്ങനെയില്ല, പക്ഷേ എന്ന് പറഞ്ഞ അവിടെ നിർത്തി. നമ്മൾ ഒന്നും ചോദിക്കൂല, കേട്ടാ ഇങ്ങ് പോരും. അപ്പൊ ഇക്കോലത്തിലുള്ള തങ്ങന്മാര് നാട് നീളെ ഉണ്ടാക്കി വിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ചോദ്യങ്ങളിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആലോചിക്കുകയാണ്, ഇവരൊക്കെ ഇവരുടെ ഭാര്യമാരെ കുറിച്ചുള്ള സങ്കല്പം എന്തായിരിക്കും? ഇവരുടെ ഭാര്യമാരെ കുറിച്ച് എന്ത് കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവരായിരിക്കും? ഇവരുടെ ഭാര്യമാരൊക്കെ എങ്ങനെയായിരിക്കും ഇവരുടെ കൂടെ ജീവിക്കുന്നുണ്ടാവുക? വിശ്വാസികൾ ആലോചിക്കുക, മുസ്ലിം പെൺകുട്ടികൾ ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ ഇത്രയെങ്കിലും തലക്ക് വെളിവുള്ള മുസ്ലിം പെൺകുട്ടിയുടെ വീട്ടുകാർ പൊതുവിൽ എടുക്കുന്ന ഒരു തീരുമാനമായിട്ട് അറിയാൻ കഴിഞ്ഞത്, AP കുടുംബത്തിലേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്നില്ല. AP-കാരനാണോ പുതിയാപ്പിള, കല്യാണം വേണ്ട എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട് എന്നതാണ്. എനിക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ട്. പല ആളുകളിൽ നിന്നും വളരെ കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? ഇതുപോലെയുള്ള ആളുകളല്ലേ ഇവരുടെയൊക്കെ പ്രസംഗം ആളുകൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. എന്താ ചെയ്യും? ഒരു പ്രാഥമിക അറിവുകളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരുണ്ട്, എന്നിട്ട് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ഏത് ഹോസ്പിറ്റലാണ് പറ്റുന്നത്? ആനന്റെ പ്രസവത്തിന് എത്ര അടങ്ങുറച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്ന്, ആ ആട് പെറുന്ന് 2, 3, 4. നായ 3-ാം മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. നായ ആശുപത്രി പറ്റിട്ടില്ല എന്നാണ്. നായ തലീക്കെട്ടും കെട്ടി മൈക്കിൽ വയലുറങ്ങൾ കണ്ടുകണ ഉസ്താദെ, കണ്ടുകണ? ഈ ചങ്ങാതി അറിയുന്നൊക്കെ, ഈ ചങ്ങാതി കാന്തപുരത്തിന്റെ കറാമത്ത് കള്ളക്കച്ചവടത്തിന്റെ മാർക്കറ്റിംഗ് മാനേജറാണ്, മാർക്കറ്റിംഗ് ചീഫ്. ആരാണ്? പകരഹസനി. എന്തും പറയും. കറാമത്ത് കച്ചവടത്തിന് എന്ത് നുണയും പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത, ഒരു തൊലിക്കട്ടിയും ഇല്ലാത്ത, വിശ്വാസത്തെ പോലും പരിഹസിക്കുന്ന തരത്തിൽ AP ഉസ്താദിന്റെ കച്ചവടം ചൊടിപ്പിക്കാനും പൊടിപ്പിക്കാനും എന്തും വിളിച്ചു പറയാൻ കയറൂരി വിട്ട ഒരു AP-ക്കാരൻ. അസ്ഹരി ഉസ്താദൊക്കെ ആയി വരുന്നതിന് മുമ്പ് AP ഉസ്താദിന്റെ കറാമത്ത് അങ്ങ് വാനലോകത്തെത്തിച്ച മഹാൻ. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ AP ഉസ്താദിനെ
വിശ്വാസി സമൂഹത്തിനിടയിൽ തന്നെ എയറിൽ കയറ്റാൻ റോക്കറ്റിന്റെ ടയറിൽ കാറ്റടിച്ചുകൊണ്ടിരുന്ന മഹാനാണ് പകരാഹ്സൻ. അദ്ദേഹത്തിന്റെ വിടലുകൾ കേട്ടുക്കണം. പകരാഹ്സനിയുടെ CM-നെ കുറിച്ചും AP ഉസ്താദിനെ കുറിച്ചുള്ള വിടൽ കേട്ടാൽ കണാരം വരെ സഹിക്കൂല. ഇതാണ് വിടൽ. ആ ജാതി വിടലിന്റെ ആശാനാണ്. ഇത്തവണ ഇദ്ദേഹം പറയുന്നത് കേവലമായ വിടലായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. നേരത്തെ അസ്ഹരി പറഞ്ഞതിനോട് സമാനമായതോ അതിനേക്കാൾ ഗുരുതരമായതോ ആയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനമാണ് ഈ ചങ്ങാതി ഇനി ഇവിടെ പറയാൻ പോകുന്നത്. കേട്ടോളി. രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. ഇത്ര നല്ലൊരു ബിസിനസ് വേറെ ഇല്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങൾ അതിനിട്ടില്ല. ജഫറുലിയർ പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിട്ട്. ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ പുറത്തു പോട്ടെ. ഓല വീട്ടിൽ പെണ്ണുങ്ങൾ ആശുപത്രി കൊണ്ടുപോകാറില്ല. ഇയാളുടെ മകളെ കെട്ടിയ മരുവനപ്പുറത്ത് പിന്നാമ്പുറത്തിരിക്കുന്നുണ്ട്. അവര് ആശുപത്രി കൊണ്ടുപോയിട്ടില്ല. ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമില്ല. പട്ടി പെറുന്നു, പന്നി പെറുന്നു, ആരെങ്കിലും ആശുപത്രി പോകുന്നുണ്ടോ എന്നാണ് ഈ മനുഷ്യമൃഗം ചോദിക്കുന്നത്. അടുത്തത് 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഇത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ വേറില്ല. ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല, ഒരു പരിശോധനയില്ല, ഒരു ഡോക്ടറില്ല, ഒരു ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും പൂർണ്ണമായ വിശ്രമെങ്കിലും കൊടുക്കേണ്ടാവും. എവിടെ? ഗർഭിണികളായ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള ബാധ്യത പ്രത്യേകം അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേൾപ്പിക്കണ്ടല്ലോ. അതിന്റെ കൂടെ ഇവര് 1-ാം മാസം മുതൽ 10-ാം മാസം പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഡോക്ടർ പരിപാടി ഞാൻ പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ സ്കാനിങ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ സമ്മതം വേണം. അത് സുബിനൂപിക്കാത്ത ചെയ്യാൻ പോവാ. അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ഭ്രോണം കേടുവരും. മടങ്ങൂസ ഇപ്പോഴും സ്കാനിങ് ചെയ്യണമെങ്കിൽ ഡോക്ടർമാർ പറയും അപ്പൊ തന്നെ ചെയ്യാം. അത് അപകടം വരുന്നത് പേടിച്ചിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയേ. സ്കാനിങ് ചെയ്യണമെങ്കിൽ അത് എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം, എന്ത് ഉദ്ദേശത്തിൽ ചെയ്യണം എന്നൊക്കെ ഡോക്ടർമാർ തീരുമാനിക്കുന്നതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും. പണ്ടക്കാലത്ത് സ്കാനിങ് വന്ന സമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ടല്ല. അത് രശ്മി ചെന്നിട്ട് എന്തെങ്കിലും നശിപ്പിക്കുന്നത് പേടിച്ചിട്ടല്ല. നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെയൊക്കെ ഒരു ഞാൻ എന്താ പറയാ, ഞാൻ ഒന്നും പറയില്ല, ബാക്കി കൂടി പറഞ്ഞു തീർത്തോട്ടെ. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുവന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോൾ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്, വെള്ളം നിറഞ്ഞു. അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. ഇതൊന്ന് ചിന്തിക്കുന്നത് നന്ന് മുസ്ലിമീങ്ങളെ. അള്ളാഹു എന്നൊരു സൃഷ്ടാവിന്റെ പിന്നിലുണ്ട്, ഒന്ന് ഓർക്കണേ നന്ന്. ആത്മരോഷം നിൽക്കുന്നില്ല ആൾക്ക്. ചിന്തിക്ക് മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ. അള്ളാഹ് എന്നൊരു സൃഷ്ടാവ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഗൈനക്കോളജി ഡോക്ടറും എന്തിനാണ് സ്കാനിങ് മെഷീനും എന്നാണ് പകര ചോദിക്കുന്നത്. ആശുപത്രി പോകേണ്ട ഒരു കാര്യമില്ല. എവിടെ എത്തി? പ്രസവം സുഖപ്രദമാകാനുള്ള പ്രാർത്ഥനകളും ദിക്റുകളും ചൊല്ലിക്കൊടുക്കുന്നതിന്റെ, വിശ്വാസത്തിൽ അള്ളാഹുവിനെ ബരമേൽപ്പിക്കേണ്ടതിന്റെ, പ്രസവ സമയത്ത് ആദ്യമായിട്ട് അള്ളാഹു അക്ബർ കേൾപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നതുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ടതിന്റെ, ആശുപത്രിയിൽ എത്തിച്ചാൽ അത് സിസേറിയൻ ആവാതിരിക്കാനുള്ള ശ്രദ്ധ പുലർത്തേണ്ടതിന്റെ, സിസേറിയൻ ആയി കഴിഞ്ഞാൽ കൂടുതൽ പ്രസവിക്കാൻ കഴിയില്ല എന്ന ഒരു ബുദ്ധിമുട്ടിന്റെ, ഇതിനൊക്കെ മറികടന്ന് ഇവർ പോയതെടുക്കുക. അത് പന്നിയും പട്ടിയും പൂച്ചയും ആനയൊക്കെ പ്രസവിക്കുന്നില്ലേ? പിന്നെ ഇപ്പൊ എന്താണ്? എന്റെ വീട്ടിലുള്ളതൊക്കെ അങ്ങനെ പ്രസവിച്ചു, എന്റെ മകളിതാ പ്രസവിച്ചു, ഓലതാ 8 പ്രസവിച്ചു, 10 പ്രസവിച്ചു, ഒക്കെ വീട്ടിൽ തന്നെ, ആശുപത്രി കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആധുനികമായ ചികിത്സയും ശുശ്രൂഷയും ലഭിക്കേണ്ടതില്ലെന്നും അതൊരു രോഗമല്ല എന്നും, അത് രോഗമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? രോഗത്തിന് മാത്രമാണോ ശുശ്രൂഷ ആവശ്യമുള്ളത്? അപ്പൊ ഇത്തരം വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നത് എന്തോ ഈമാന്റെ കുറവാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ദുരന്ത ജന്മങ്ങൾ. ഇത് ക്രിമിനൽ പ്രവർത്തനമാണ്. ഇത് പൊതുജനാരോഗ്യത്തെ വെല്ലുവിളിക്കുന്നതാണ്. ഇവിടുത്തെ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടാൻ പര്യാപ്തമായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. നിർബന്ധമായും കേസെടുക്കേണ്ടതും വിചാരണ ചെയ്യപ്പെടേണ്ടതുമായ കുറ്റകൃത്യമാണ് അസ്ഹരിയും ഈ പറയപ്പെടുന്ന അഹ്സനിയും ചെയ്തിട്ടുള്ളത് എന്ന് ഉറക്കെ പറയാൻ നമ്മൾ ആളുണ്ടാവണം. നമ്മളൊക്കെ തന്നെ ഉള്ളൂ, വേറെ ആരും പറയൂല. നിങ്ങൾക്കറിയോ, ഇയാള് അപ്പുറത്തുപ്പുറത്തുള്ളവർക്കുടെ കണക്കെടുക്കുകയാണ്. കേട്ടോളി. ഈ കാലാണ് മുമ്പത്തെ കാലം പോലെ. എന്താ മുമ്പത്തെ കാലം ഇപ്പത്തെ കാലമായിട്ട് മുമ്പത്തെ പ്രസവം തന്നെ ഇപ്പത്തെ പ്രസവം ഞാൻ വിശദീകരിച്ച ഈ പൊതു സ്റ്റേജ് ആയതുകൊണ്ട് പറയാൻ വയ്യ. ഒരു വ്യത്യാസമില്ല. ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ? ജാഫർ സഖാഫിന്റെ ഭാര്യ എത്ര പറ്റണം? 5 വീട്ടിൽ തന്നെ 2 കുട്ടികളൊക്കെ പ്രസവം വീട്ടുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. എന്റെ മകളെ ഭർത്താവ് 2 വെച്ച് പെരീന. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഏത് ഗർഭണ്ട് ഗർഭന്തൂരി അന്നോടാരതിന് നിൽക്കാൻ പറഞ്ഞു. ഈ മുസീബത്താണെങ്കിൽ നസീറിന്റെ 6 ഭാര്യ കുട്ടി, എന്റെ അനുജന്റെ. എന്ന് മാത്രമല്ല, ഇതിനേക്കാളൊക്കെ ദുരന്തം പിടിച്ചൊരു വർത്താനം ഇയാൾ പറയുന്നുണ്ട്. ഇയാളൊക്കെ തുറങ്കിലടക്കേണ്ടതിന്റെ, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കുമെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താ അറിയും? ഇയാൾ പഠിപ്പിച്ച കുട്ടികളിൽ ഒട്ടുമിക്കതും ഇങ്ങനെ തന്നെയാണ്. മുസ്ലിം സമൂഹത്തിലുള്ള ഉമ്മമാരോടും ബാപ്പമാരോടും മക്കളോട് സ്നേഹമുള്ള രക്ഷിതാക്കളോടും ജീവനിൽ കൊതിയുള്ള പെൺകുട്ടികളോടും പറയാനുള്ളത്, AP ഉസ്താദിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച പുരുഷന്മാരെ കല്യാണം കഴിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിച്ചോറുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ ദുരിതപ്രസവത്തിൽ മരണം വരിക്കേണ്ടി വരും നിങ്ങൾക്ക്.
ഇത് മുസ്ലിം സമൂഹത്തിലുള്ള മുഴുവൻ സ്ത്രീകളുടെയും കയ്യിലെത്തേണ്ടതിലേക്ക് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. ഇതിങ്ങനെയൊക്കെ ചെയ്യും, ഇതൊക്കെ വിട്, പുറത്തോട്ട് വിട്, ഇതൊന്നും പിടിച്ചു വെക്കണ്ട, നാട്ടുകാരിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞ് ഒരു ഉളുപ്പുമില്ലാത്ത ഇത്തരം സാമൂഹ്യ വിരുദ്ധതയും അശാസ്ത്രീയതയും വിവരക്കേടും അന്ധവിശ്വാസവും പ്രചരിപ്പിക്കുന്ന ഇവന്മാരെ നിയന്ത്രിക്കാൻ മുസ്ലിം സമൂഹമേ, ഇവർക്കൊക്കെ ഇറച്ചിമത്തിരി ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാരെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കുള്ളൂ. ഒരൊറ്റ APന്റെയും കുട്ടിനെ പ്രസവിക്കേണ്ടെന്ന് സ്ത്രീകൾ തീരുമാനിച്ചാൽ നിൽക്കും ഇവരുടെ ഒട്ടകത്തിന്റെ പ്രസവവും ആനയുടെ പ്രസവവും. ഇത്രയൊക്കെ കടത്തി പറയുന്നത് എന്റെ ശീലമല്ല. പക്ഷെ ഇതുപോലെയുള്ള നരാധമന്മാര് ഇവരൊക്കെ കൂടി തന്നെയാണ് ഇതുപോലെയുള്ള പെൺകുട്ടികളെ കൊലക്ക് കൊടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഓക്കെ, അപ്പൊ എന്താ ഇദ്ദേഹം പറഞ്ഞു വരുന്നത്? ഇദ്ദേഹം പഠിപ്പിച്ച ഒരൊറ്റ കുട്ടികളും അവരുടെ ശിഷ്യന്മാരും ഒക്കെ അങ്ങനെ തന്നെ, അവരെ വീട്ടിലും കുടുംബത്തിലും മാത്രമല്ല ഇവർ പഠിപ്പിച്ച കുട്ടികൾ മുഴുവൻ അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. കേട്ടോ, എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ 90% ഇങ്ങനെ, കുടുംബത്തിൽ മൊത്തം അങ്ങനെ. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമല്ല, ഇവർക്ക് ആർക്കും പ്രശ്നമല്ല, ഇത് കേൾക്കുന്ന മൂല്യന്മാർക്ക് പ്രശ്നമില്ല, മരിച്ചു വീഴുന്ന പെൺകുട്ടികളന്മാർക്കും പ്രശ്നമില്ല. പിന്നെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ചിന്തിക്കുക, മുസ്ലിം സമൂഹമേ, സമുദായമേ എന്നാണ് പറയാൻ. അത് മാത്രമേ പറയാനുള്ളൂ.